സോ അടുത്തൊരു ടൈപ്പാണ് ആക്ടിവേഷൻ ഇവന്റ്. ഇതും മിക്കവാറും ആൾക്കാർ അത്ര കേട്ടിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ ഇത് കോമൺലി നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവന്റ് ആണ്. ആക്ടിവേഷൻ ഇവന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇവന്റ് ആണ്. ഇപ്പം നേരത്തെ IP ഇവന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവന്റാണ് അവിടുത്തെ ഒരു ബ്രാൻഡ്. പക്ഷെ ഇത് അങ്ങനെ ആവില്ല. നമ്മളൊരു കമ്പനിനെ എനേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ് കൂട്ടാൻ, മാർക്കറ്റിംഗ് കൂടുതൽ റീച്ച് എത്തിക്കാൻ, അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവിലാണ് ആക്ടിവേഷൻ ഇവന്റ് പ്രൈമറിലി നടത്തുന്നത്. ആക്ടിവേഷൻ ഇവന്റിന്റെ കുറച്ചുകൂടെ ഒരു ഷോർട്ട് ടേം ഗോൾ വെച്ചിട്ടൊരു ആക്ടിവേഷൻ ഇവന്റ് നടത്തുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനോഗ്രേഷൻസ് ഒരു ആക്ടിവേഷൻ ഇവന്റ് ആണ്. അതായത് ഇപ്പം ഷോർട്ട് ടേം ഇൻ ദ സെൻസ് ഷോർട്ട് ടേമിൽ ഒരു നല്ല ഗെയിൻ ഉണ്ടാക്കാൻ നോക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു മിക്കവാറും ഇനോഗ്രേഷൻസിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കുറേ ഓഡിയൻസിനെ കൊണ്ടുവരും നമ്മുടെ സ്ഥലത്തോട്ട്. എന്നിട്ട് മാക്സിമം സെയിൽസ് നടത്താനാണ് പ്രൈമറിലി നമ്മളോട് എപ്പോഴും നോക്കുക. ഒരു ഇൻഡയറക്ട്ലി ലോങ് ടേം അഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി കിട്ടും. പിന്നെ ആക്ടിവേഷൻ ഇവന്റ്സ് മിക്കവാറും ഫ്രീ ആയിട്ടായിരിക്കും നടക്കുന്നത്. കാരണം ഇവിടെ ആൾക്കാർ വന്ന് ഇവിടുത്തെ സെയിൽസ് അല്ലെങ്കിൽ ലൈക്ക് റവന്യൂ കൂട്ടലാണല്ലോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂട്ടലാണ് ഇവിടുത്തെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇനിയിപ്പോൾ കുറച്ചൊരു ടൈപ്സ് ഓഫ് ആക്ടിവേഷൻ ഇവന്റ്സ് നോക്കി കഴിഞ്ഞാൽ ഇനോഗ്രേഷൻസ് നടത്താൻ കുറേ ടൈപ്പ് നടത്താൻ പറ്റും. അതായത് ഇപ്പോൾ പിന്നെ ചെറിയ എന്തെങ്കിലും ബൂത്ത്സ് ഓരോ കോളേജസിലോ അവിടെ ഇവിടെയൊക്കെ പോയി സെറ്റ് ചെയ്ത് അങ്ങനെ നടത്താൻ പറ്റും. പിന്നെ ഇപ്പം ഒരു ഫാഷൻ ആക്ടിവേഷൻ ഇവന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഫാഷൻ ഇവന്റ്, ചെറിയൊരു ഇവന്റ് പുൾ ഓഫ് ചെയ്തിട്ട് അവിടുന്ന് നമ്മുടെ സാധനങ്ങൾ മാക്സിമം ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്ട്ലി സെല് ചെയ്യാൻ പറ്റും. പിന്നെ ഹാക്കത്തോൺസ് നടത്താൻ പറ്റും. ഇനിയിപ്പോൾ പ്രോഡക്റ്റ് ഫൗണ്ടേഴ്സാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൗണ്ടേഴ്സ് മീറ്റ് പോലത്തെ എന്തെങ്കിലും ഇവന്റ്സും ആക്ടിവേഷൻ ഇവന്റ് എന്നുള്ള രീതിയിലും നമുക്ക് ഇതിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ആക്ടിവേഷൻ ഇവന്റും അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവന്റ് ആണ് ജനറലി. കാരണം ഈ സെയിൽസ് നടത്തണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഡ്രിവൺ ആയിട്ടും ആക്ടിവേഷൻ ഇവന്റ്സിനെ നടത്താം. പിന്നെ അതുപോലെ ആക്ടിവേഷൻ ഇവന്റ്സ് എപ്പോഴും കുറച്ചുകൂടെ മാർക്കറ്റിംഗ് ഹെവി ആയിരിക്കും. അതായത് ആ ഇവന്റിൽ മാക്സിമം ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പിന്നെ മാക്സിമം ലീഡ്സ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതും അവിടുത്തെ ഭയങ്കര ഒബ്ജക്റ്റീവാണ്. കാരണം ഈ ലീഡ്സിനെ വെച്ചിട്ട് ഇവർക്ക് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും എന്നുള്ളതുകൊണ്ട്.